പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ആമേൻ. അല്പനേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തെ എൻ്റെ മുഖം മറച്ചുവെങ്കിലും നിത്യകരുണയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളിച്ചെയ്യുന്നു. ഇവിടെ നമുക്ക് 7-8 വാക്യങ്ങളില് ദൈവം നിന്നെ ഉപേക്ഷിച്ചു, ദൈവത്തിന്റെ മുഖം മറച്ചു, നിനക്ക് മറച്ചു എന്ന് കാണുന്നു. എന്നാൽ രണ്ടാം ഭാഗം നോക്കുമ്പോൾ എങ്കിലും നിത്യ കരുണയോടെ, ഹല്ലേലൂയ, ഇവിടെ മഹാകരുണയോടെ നിത്യദയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും, ഹല്ലേലൂയ, ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇസ്രായേൽ ജനത്തോട് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. ദൈവത്തെ മറുതലിച്ചു പോയ ജനത്തോട്, ദൈവം ഉപേക്ഷിച്ച ജനത്തോട് ദൈവം അല്പനേരത്തിലേക്ക് മുഖം മറച്ചെങ്കിലും അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞെങ്കിലും എന്ത് ചെയ്യുക, ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ മഹാകരുണയോടെ നിത്യദയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. അതിന്റെ 1-ാം വാക്യം പറയുന്നത് അല്പനേരത്തേക്ക് മാത്രം ഞാൻ 54-7 ഞാൻ വായിക്കുന്നത്. ഇതിൽ 1-ാം ഭാഗം പറയുകയാണ്, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, കുഞ്ഞെ ഞാൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്ത് ചെയ്തു? ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ എന്ത് ചെയ്തു? മൗനമായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? ഉപേക്ഷിച്ച പോലെ ഇരുന്നു. എൻ്റെ എന്ത് പറയുകയാണ്, അത് എങ്കിലും ഞാൻ അല്പനേരം എന്ത് ചെയ്തു? നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് നീ എൻ്റെ സന്നിധി വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് കേട്ടില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ ജനത്തെ ഇസ്രായേൽ ജനത്തോടാണ് ദൈവം ഈ പറയുന്നത്. ഹല്ലേലൂയ. ഇസ്രായേലിനുള്ള ദൈവത്തിന്റെ നിത്യമായ സ്നേഹമാണ് ഇവിടെ കാണുന്നത്. 1-ാമത്തെ വാക്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? പലപ്പോഴും എന്നെ വിട്ട് എൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് തോന്നിയ ദേഷ്യം, എനിക്ക് നിങ്ങളോട് തോന്നിയ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹൃദയവേദന നിമിത്തം ദൈവം പറയാ, അല്പനേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. അതെ, നിന്നെ ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു, നിന്നെ ഞാൻ കഷ്ടങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു, ഹല്ലേലൂയ, നിന്നെ ഞാൻ വേദനയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു, ഹല്ലേലൂയ. ദൈവം അറിഞ്ഞുകൊണ്ടാണ് ചില കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. ഇവിടെ പറയാം, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. അല്പനേരം, കുറച്ച് സമയത്തേക്കെങ്കിലും എന്ത് ചെയ്യുക? ദൈവം ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് എങ്കിലും ഞാൻ നിന്നെ മഹാകരുണ ചേർത്ത്. നോക്കുക, ദൈവം കുറച്ച് സമയം നമ്മെ മറന്നു കളഞ്ഞെങ്കിലും എന്ന് പറയുകയാണ്, മഹാകരുണയോടെ. ഹല്ലേലൂയ. ചെറിയ കരുണയോടല്ല കേട്ടോ, മഹാകരുണയോടെ എന്ത് ചെയ്യും? ദൈവം നിങ്ങളെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. കർത്താവ് ചില സമയങ്ങളിൽ നമുക്ക് മൗനമായി ഇരുന്നേക്കാം, നമ്മുടെ പ്രാർത്ഥന മറവ് തന്നില്ലെങ്കിലും. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ മഹാകരുണയോടെ, ആർക്കും തരാൻ കഴിയാത്ത കരുണ, അല്ലെ മനുഷ്യർക്കാർക്കും ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ തരാൻ കഴിയാത്ത, നിന്നോട് തോന്നാത്ത കരുണ എന്ത് ചെയ്യും? ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. അതെ, ഞാൻ കുറച്ചു സമയം നിന്നെ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു, ശരിയാണ്. പക്ഷെ എന്ത് ചെയ്യാം? ഞാൻ നിന്നെ ചേർത്തുകൊള്ളുകയാണ്. എന്നിട്ട് 2-ാം ഭാഗം പറഞ്ഞു, എൻ്റെ ദേഷ്യത്തിൽ നിങ്ങൾ എൻ്റെ സന്നിധി ചെയ്ത പാപം നിമിത്തം നിങ്ങൾക്ക് അനുതാപമില്ലാത്ത ഹൃദയ നിമിത്തം ദൈവം എന്ത് ചെയ്തു? തൻ്റെ ക്രോധത്തിൻ്റെ ആധിക്യ നിമിത്തം, അതായത് വലിയ കോപ നിമിത്തം, സഹിക്കാൻ കഴിയാത്ത കോപ നിമിത്തം കർത്താവ് എന്ത് ചെയ്യുക? ക്ഷണനേരത്തേക്ക് എന്ത് ചെയ്യുക? എൻ്റെ മുഖം നിനക്ക് മറച്ചു. ഇസ്രായേലേ, നീ ചെയ്ത പാപം നിമിത്തം എനിക്ക് നിന്നോട് ദേഷ്യ നിമിത്തം എന്ത് ചെയ്യുക? ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നീ കാണാതെ, നീ എന്നെ നോക്കുമ്പോൾ നീ കാണാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ നിന്നിലേക്ക് വരാതെ, നിന്റെ ഇഷ്ടങ്ങൾക്ക് ഞാൻ നിൽക്കാതെ, നീ പ്രാർത്ഥിക്കുന്ന മറുപടി നൽകാതെ, നിങ്ങൾ നിലവിളിച്ചപ്പോൾ ഞാൻ കേട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്യുക? എന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഞാൻ മൗനമായിരുന്നു പറയുകയാണ് ഞാൻ നിന്നെ. എങ്കിലും കർത്താവ് പറയുകയാണ്, ഇവിടെ കരുണയുള്ള ഇസ്രായേലിനോട് നിത്യ സ്നേഹമുള്ള ദൈവത്തെ കാണിക്കുകയാണ്. ഇവിടെ പറയാൻ, എൻ്റെ മുഖം മറച്ചു എങ്കിലും ഞാൻ നിത്യ കരുണയോട് നിന്നോട് കരുണ. അതെ, ഞാൻ ചിലപ്പോൾ നിന്റെ വിഷയങ്ങൾക്ക് മറുപടി നൽകിയെന്ന് വരാം. എന്നാൽ ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ,
ഞാൻ നിന്നോട് കരുണ കാണിക്കും. ഞാൻ എന്നേക്കും നിന്നോട് കരുണ കാണിക്കാതിരിക്കുകയല്ല ചെയ്യുന്നത്. അല്പനേരത്തേക്ക് ഞാൻ നിന്നോട് കരുണ കാണിച്ചില്ലെങ്കിലും ഹല്ലേലൂയ, നിന്നെ ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളയത്തില്ല. അപ്പൊ എൻ്റെ കരുണ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായ ദൈവം പറയുകയാണ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിലേക്കുള്ള ഹല്ലേലൂയ ദൈവസന്നിധിക്ക് നാം കടന്നു വരാതിരിക്കുമ്പോൾ, ദൈവം വിട്ട് നാം അകന്നു പോകുമ്പോൾ, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, മറുപടി ലഭിക്കുന്ന. എന്നാൽ നാം ദൈവസന്നിധി മടങ്ങി വരുമ്പോൾ, അല്ലെ ദൈവത്തിനോട് നിലവിളിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യും, നമുക്ക് മറുപടി നൽകുവാൻ വേഗത്തിൽ മറുപടി ലഭിക്കും. നമുക്ക് കർത്താവ് പറയുന്നത്, ഞാൻ കരുണയോട് നിന്നെ ചേർത്തുകൊള്ളും, അല്ലെങ്കിൽ ഞാൻ നിത്യദൈവോട് നിന്നോട് കാണുക. അതെ, ദൈവത്തിന്റെ മനസ്സലിവാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആശ്വാസന്റെ പുസ്തകം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ദൈവം തൻ്റെ ജനത്തോട് ആശ്വാസത്തെയും പ്രത്യാശയുടെ വാക്കുകളാണ് സംസാരിക്കുന്നത്. ഒരു നിമിഷത്തേക്ക് കർത്താവ് എന്ത് ഉപേക്ഷിച്ചു, എന്നാൽ വലിയ അനുകമ്പയോടെ കർത്താവ് എന്ത് ചെയ്യുക, നിന്നെ കൂട്ടിച്ചേർത്ത് പറയാം. ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട് ഹല്ലേലൂയ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ചെറിയ നിമിഷമാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന് നമ്മോടുള്ള അനുകമ്പയും സ്നേഹവും ആ കർത്താവിന് ഒരിക്കലും നമ്മെ പിരിയുവാൻ കഴിയത്തില്ല. താൽക്കാലികമായ നമ്മുടെ ആശ്വാസങ്ങളെക്കാൾ ദൈവത്തിൻ്റെ സ്നേഹം അനുകമ്പയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വലുതാണ്. ഇടയനാടുകളെ ശേഖരിക്കുന്ന പോലെ എന്ത് ചെയ്യുക, ദൈവം നമ്മെ കർത്താവിലേക്ക് അടുപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ചെറിയ നിമിഷത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. ചിലപ്പോൾ ദൈവം അകലെയോ ഇല്ലയോ എന്ന് നമ്മൾ ചോദിക്കും അല്ലെ. പ്രശ്നങ്ങളുടെ നടുവില്ല നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇത് കേൾക്കുന്നില്ലയോ, അല്ലെ അതോ ഞാൻ പ്രാർത്ഥിച്ച ദൈവത്തിന് ഇഷ്ടമല്ലയോ, അല്ലെങ്കിൽ എന്നെ ദൈവം സ്നേഹിക്കുന്നില്ലയോ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് തോന്നിയാലും കർത്താവ് പറയുകയാണ്, നീ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കുഞ്ഞെ, ഞാൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ മഹാദയോടെ വലിയ അനുകമ്പയോടെ എന്ത് ചെയ്യും, നിന്നെ ഞാൻ ചേർക്കും. ഇവിടെ ദൈവത്തിൻ്റെ ഹല്ലേലൂയ അചഞ്ചലമായ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ ഇസ്രായേൽ ജനത്തോട് പ്രത്യാശയോട് ഉറപ്പോടെ എന്ത് ചെയ്യുക, ദൈവം പലപ്പോഴും എന്ത് ചെയ്യുക, ഉപേക്ഷിക്കപ്പെടുമ്പോൾ തോന്നും ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയും ദൈവത്തിൻ്റെ ശാശ്വതമായ സ്നേഹത്തെക്കുറിച്ചും അനുകമ്പയെക്കുറിച്ചും പറയുകയാണ്. നാമും ചിലപ്പോഴൊക്കെ അല്ലേ നമുക്ക് ചിന്തിച്ച് പോയ കർത്താവ്, ഞാൻ എത്രയോ നാൾ കൊണ്ട് ഈ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നു, എത്ര നാൾ കൊണ്ട് ഞാൻ ഈ വിഷയങ്ങൾക്ക് കരയുകയാണ്. കർത്താവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ, എനിക്ക് അങ്ങ് മറുപടി നൽകുകയില്ലയോ എന്നൊക്കെ നാം ചോദിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, പിറുപിറുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകൾ നാം ഇങ്ങനെ പറയുമ്പോൾ, കർത്താവെ, ഞാൻ മറ്റുള്ള മുമ്പിൽ നിന്ദിക്കപ്പെടുമോ, പരിഹസിക്കപ്പെടുമോ, ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ കരഞ്ഞു തീർക്കുവാനാണോ എൻ്റെ ജീവിതം, ഈ കഷ്ടത എനിക്കൊരു വിടുതലില്ലേ, എനിക്കൊരു ആശ്വാസം വേണ്ടി ആരുണ്ടെന്നൊക്കെ കുഞ്ഞെ നീ നിലവിളിക്കുമ്പോൾ, കരയുമ്പോൾ, കർത്താവ് ഇവിടെ വചനത്തിലൂടെ പറയുകയാണ്, ഞാൻ നിന്നെ മഹാകരുണയോടെ ചേർത്തുകൊള്ളും, ഞാൻ നിന്നെ നിത്യദയോടെ കരുണ കാണിക്കും. നമുക്ക് മനുഷ്യരാരും നമ്മെ സഹായിക്കാതിരിക്കുമ്പോൾ ദൈവം നമുക്ക് ആശ്വാസമായി ഇറങ്ങി വരും. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നീ അകന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മടങ്ങി വരുവാൻ ഇടയാകണം. ഇവിടെ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ നിന്നോട് കരുണ കാണി. അതേ, നിന്നെ വീണ്ടെടുത്ത ദൈവം നിന്നോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം ഒരു നാൾ നിങ്ങൾ എന്ത് ചെയ്യുക, മറന്നു കളയത്തില്ല. ഈ ഭൂമിയിലുള്ളവർ, നമ്മുടെ ബന്ധുക്കളൊക്കെ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ മറന്നു കളഞ്ഞാലും നിങ്ങളെ മറന്നു കളയാത്തൊരു കർത്താവ്, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് സമ്പൂർണ്ണമായി നിങ്ങളെ തന്നെ സമർപ്പിക്കാൻ കഴിയുമോ? ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒന്നിച്ച് സഹായിക്കട്ടെ. ആമേൻ.